Hi all, this is Meera. Welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ PSC Polytechnic lecturer previous electron questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the transmit buffer of serial data buffer is a option A serial in parallel out register, option B parallel in serial out register, option C serial in serial out register, option D parallel in parallel out register. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് SBUF രജിസ്റ്റർ, അതായത് സീരിയൽ ബഫർ രജിസ്റ്റർ. അപ്പോൾ സീരിയൽ ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ SBUF എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൽ പെടുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈമേഴ്സ്, സീരിയൽ പോർട്ട്, IO പോർട്ട്, ഇതുപോലെയുള്ള പെരിഫറൽ ഹാർഡ്വെയർ പെരിഫറൽസിനെ കൺട്രോൾ ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൽ പെടുന്നതാണ് SBUF. SBUF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ബഫർ രജിസ്റ്റർ. ഇനി ഈ സീരിയൽ ബഫർ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിലാണെന്ന് പറയാം SBUF യൂസ് ചെയ്യുന്നത്. ഇനി സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ്. അതായത് ഒരു ചാനലിലൂടെ ഫസ്റ്റ് LSB ബിറ്റ് പോയി, ദെൻ അതിൻ്റെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട്, ഇതിന് ശേഷം നെക്സ്റ്റ് ബിറ്റ്, ഈ രീതിയിലാണ് ട്രാൻസ്ഫർ നടക്കുക, ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ഒന്നാണ് SBUF അല്ലെങ്കിൽ സീരിയൽ ബഫർ രജിസ്റ്റർ. അപ്പം 8051 ആണ് ഇതെന്ന് വിചാരിക്കുക. 8051 മൈക്രോ കൺട്രോളർ 8051. അപ്പോൾ ഇവിടെ TXD പിൻ, TXD എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് പിന്നാണ്, RXD എന്ന് പറഞ്ഞാൽ റിസീവിംഗ് പിന്നാണ്. അപ്പോൾ ഇത് TXD പിൻ, ഇവിടെ ട്രാൻസ്മിറ്റിംഗ് പിൻ. അതായത് ഇതിൽ നിന്ന് ഡേറ്റ ഈ പിൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഡേറ്റ റിസീവ് ചെയ്ത് 8051ലേക്ക് പോകുന്നു. അപ്പം ഇത് TXD, ഇത് RXD. അപ്പം നമ്മൾ പറഞ്ഞു സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ എന്താണ്? ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ SBUF ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതായത് ഇവിടെ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടും അതുപോലെ തന്നെ റിസീവ് ചെയ്തതിന് ശേഷവും ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് പറയാം SBUF. അപ്പോൾ ഫിസിക്കലി ഇത് SBUF എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കലി 2 8-bit രജിസ്റ്റർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ രജിസ്റ്റർ എന്ന് പറയാം, ഇതെന്ന് പറഞ്ഞാൽ റിസീവർ രജിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ SBUF എന്ന് പറയുന്നത് ട്രാൻസ്മിഷന് മുമ്പായിട്ടും അതോടൊപ്പം തന്നെ റിസീവിങ്ങിന് ശേഷവും ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 8-bit രജിസ്റ്റർ ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ 2 8-bit രജിസ്റ്റേഴ്സ് ആണ് SBUF രജിസ്റ്റർ. ഒന്ന് ട്രാൻസ്മിറ്റർ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ റിസീവർ SBUF രജിസ്റ്റർ ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ബഫറിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പിസോ എന്ന് പറയാം, പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു 3-bit കേസാണ് നോക്കുക. പാരലൽ ഡേറ്റ ലോഡ് ചെയ്യുന്നു, അതിനുശേഷം സീരിയലി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ പാരലൽ ഡേറ്റ ഇതിലേക്ക് ലോഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഇവിടെ ഡേറ്റ ഔട്ട് ചെയ്യുന്നു. അതാണ് പിസോ, പാരലൽ ഇൻ സീരിയൽ ഔട്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഇവിടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇതുവഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ്? സീരിയൽ രീതിയിലാണ്, ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതുവഴി ഔട്ട് ചെയ്യുന്നത് സീരിയലായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു രജിസ്റ്ററിൻ്റെ കേസ് ചോദിക്കുമ്പോൾ ഇവിടെ നടക്കുക എന്താണ്? ഇവിടെ ഈ ഡേറ്റ പാരലലി ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു, ഇതിലേക്ക് ലോഡ് ചെയ്യുന്നു, അതിനുശേഷം ഇത് ഔട്ട് ചെയ്യുന്നത് സീരിയലിയാണ്. അപ്പം പിസോയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ഇതിൻ്റെ റിസീവർ രജിസ്റ്ററിൻ്റെ കേസ് നോക്കിയാലോ? നമ്മൾ പറഞ്ഞ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? സീരിയലിയാണ് ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ സീരിയലി ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു, അതിനുശേഷം ഇതിനെ പാരലി ഇത് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് പിസോ ആണെങ്കിൽ ഇവിടെ അത് സിപ്പോ ആണെന്ന് പറയാം, സീരിയൽ ഇൻ പാരലൽ ഔട്ട്. അപ്പോൾ സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലി ഇത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്തു, അതിനുശേഷം ഔട്ട് എങ്ങനെയാണ്? പാരലൽ ഔട്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ B ആണ്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് രജിസ്റ്റർ. Second question, a 100 MHz carrier is frequency modulated by 10 kHz wave for a frequency deviation of 500 kHz. Calculate the modulation index of the FM signal. Option A 100, option B 50, option C 70, option D 90. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിലെ ഫസ്റ്റ് ഫിഗർ ഇതെന്താണ്? ക്യാരിയർ സിഗ്നൽ, ഇതാണ് ക്യാരിയർ സിഗ്നൽ. സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി തേർഡ് ഫിഗർ എന്ന് പറയുന്നത് മോഡുലേറ്റഡ് FM സിഗ്നലാണ്, മോഡുലേറ്റഡ് സിഗ്നലിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? അതായത് ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്ത്
ഈ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാകും. അതാണ് FM സിഗ്നൽ. അതായത് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ഈ FM സിഗ്നൽ വന്ന് ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഈ ക്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഫ്രീക്വൻസി, ഇവിടെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതായത് ഇവിടെ ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണ്. Fmax എന്ന് പറയും. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്, ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരിക എന്താണ്, ഇവിടെ FC തന്നെയാണ്, കാരിയർ സിഗ്നൽ ഫ്രീക്വൻസി തന്നെയാണ്. ഇനി ഇതിൻ്റെ ട്രഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അകന്നല്ലേ കാണുന്നത്, ഫ്രീക്വൻസി ഏറ്റവും കുറവാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഏറ്റവും മിനിമം ആണ്. അപ്പോൾ ഇത് കാരിയർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ് ഈ ഒരു പാർട്ട്. ഇവിടെ ഈ ഒരു ക്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് Fmaxും ട്രഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ F മിനിമവും വന്നു. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ചാണ്. അതായത് FC എന്നുണ്ടാകുന്ന ഈ ഒരു ചേഞ്ചാണ്. ഫ്രീക്വൻസി ഡീവിയേഷനെ ΔF എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് പറയാം Fmax മൈനസ് FC എന്ന് പറയാം, അല്ലെങ്കിൽ ΔF FC മൈനസ് Fmin എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വ്യത്യാസം, ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം, ഈ FCയിൽ നിന്നുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ΔF അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുക. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FM ആണെന്ന് കരുതുക. അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഈ FM സിഗ്നലിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ്, അതിനെയാണ് MF എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ FM ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ FC നമുക്ക് തന്നിട്ടുണ്ട് 100 MHz. ഇത് നമ്മുടെ ഈ മോഡുലേഷൻ ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇനിയും പറഞ്ഞിരിക്കുന്നത് A 100 MHz carrier is frequency modulated by 10 kHz wave. ഇതാണ് നമ്മുടെ 10 kHz വേവ്. ഇതാണ് FM തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്, ΔF തന്നിട്ടുണ്ട്. ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ 500 kHz എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 500 kHz ഡിവൈഡഡ് ബൈ ഇവിടുത്തെ FM അല്ലേ, FM എന്ന് പറഞ്ഞാൽ 10 kHz ആണ്. ഇവിടെ യൂണിറ്റ് സിമിലർ ആയതുകൊണ്ട് യൂണിറ്റ് കൺവേർഷൻ ഒന്നും തന്നെ ഇല്ല. 0 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 50 ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Third question, sensitivity of a multimeter is given in option A ohm, option B amperes, option C kilo ohm per volt, option D none of these. അപ്പോൾ ഇവിടെ നമ്മളോട് മൾട്ടിമീറ്ററിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൾട്ടിമീറ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് നോക്കാം. ഇനി ഈ മൾട്ടിമീറ്ററിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അനലോഗ് മൾട്ടിമീറ്റർ ആൻഡ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അനലോഗ് ഫോമിലാണ് ലഭിക്കുക. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് ലഭിക്കുക. അപ്പോൾ ഒരു മൾട്ടിമീറ്ററിനകത്ത് ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലിൽ പോയിന്റർ മൂവ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ അതെന്താണ്, അനലോഗ് ഔട്ട്പുട്ടാണ്. ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ആസ് അനലോഗ് മൾട്ടിമീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ്, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓമീറ്റർ. ഇനി ഇവിടെ കാണിച്ചിരുന്ന റോട്ടറി സ്വിച്ച്, അതായത് ഒരു മൾട്ടിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പാനലിൽ നമുക്ക് AC വോൾട്ടേജ്, AC കറണ്ട്, DC വോൾട്ടേജ്, DC കറണ്ട്, റെസിസ്റ്റൻസ് ഓവർ എ വൈഡ് റേഞ്ച്, ഇത് ഇത്രയും കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു റൊട്ടേറ്ററി സ്വിച്ച് ഉണ്ട്. നമ്മൾ ഏതാണോ മെഷർ ചെയ്യേണ്ടത് അതിലേക്ക് ഈ റോട്ടറി സ്വിച്ച് തിരിക്കും. അപ്പോൾ ഇത് വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഈ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് വോൾട്ട് മീറ്ററിലേക്കാണ്. ആ ടൈമിൽ മൾട്ടിമീറ്റർ വിൽ ആക്ട് ആസ് എ വോൾട്ട് മീറ്റർ. ഇതുപോലെ തന്നെ കറണ്ട് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ മൾട്ടിമീറ്റർ അമീറ്റർ ആയിട്ടും, റെസിസ്റ്റൻസിലേക്കാണ് നമ്മൾ ഈ റോട്ടറി സ്വിച്ച് തിരിക്കുന്നതെങ്കിൽ ഈ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് ഓമീറ്ററിലേക്കായിരിക്കും. അതായത് മൾട്ടിമീറ്റർ വിൽ ആക്ട് ആസ് ആൻ ഓമീറ്റർ. സോ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, വോൾട്ട് മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, അമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഓമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് മൾട്ടിമീറ്ററിനെ നമുക്ക് AVO മീറ്റർ എന്നും വിളിക്കാം. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ അനലോഗ് മൾട്ടിമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മളോട് ചോദിക്കുന്ന മൾട്ടിമീറ്റർ സെൻസിറ്റിവിറ്റി ആണ്. അപ്പം മൾട്ടിമീറ്ററിന്റെ കേസിൽ റെസിസ്റ്റൻസ് ഓഫേർഡ് പെർ വോൾട്ട് ഓഫ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ബൈ ദ മൾട്ടിമീറ്റർ ഈസ് നോൺ ആസ് മൾട്ടിമീറ്റർ സെൻസിറ്റിവിറ്റി. അപ്പോൾ നമുക്കറിയാം അനലോഗ് മൾട്ടിമീറ്ററിന്റെ കേസിൽ ഇവിടെ ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിലുണ്ട്. ഇതിൽ ഈ പോയിന്റർ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് ക്യാരിങ് കോയിൽ, മാഗ്നറ്റിൻ്റെ മുകളിലായിട്ട് കറണ്ട് ക്യാരിങ് കോയിലുണ്ട്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. R/V എന്ന് പറയുന്നതാണ് ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി.
ഇനി ഇവിടെ യൂണിറ്റ് എന്ന് പറയുമ്പം ആറിൻ്റെ യൂണിറ്റ് ഓം വരും, വോൾട്ടേജ് യൂണിറ്റ് വി വരും. അപ്പോൾ ഓം പെർ വോൾട്ട് വരും. നമ്മുടെ ഈ ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് ആൻസർ, കിലോ ഓം പെർ വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓംസ് ലോ അനുസരിച്ച് അറിയാം ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഈ സെൻസിറ്റിവിറ്റി ആർ ബൈ വി എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, അതായത് ഐ ഈസ് ഈക്വൽ ടു 1 ബൈ സെൻസിറ്റിവിറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്, ഒരു മൾട്ടിമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി അറിയെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോയിൽ ഡാമേജ് ആകാതെ ഇതിലൂടെ പോകാവുന്ന മാക്സിമം കറണ്ടിനെയാണ് ഈ സെൻസിറ്റിവിറ്റി ഇൻവേഴ്സ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് മൾട്ടിമീറ്റർ സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇവിടുത്തെ ആൻസർ കിലോ ഓം പെർ വോൾട്ട്. Fourth question, unauthorized access of information from a wireless device through a Bluetooth connection is called. Option A, blue snuffing. Option B, blue string. Option C, blue making. Option D, none of this. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്ലൂ സ്നഫിംഗ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്ലൂടൂത്ത് കണക്ഷൻ്റെ ഫലമായിട്ട് ബ്ലൂടൂത്ത് കണക്ഷനിലൂടെ നമ്മുടെ ഒരു ഫോണിൽ നമ്മൾ ഓൾറെഡി ബ്ലൂടൂത്ത് ഇനേബിൾ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ഷനിലൂടെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജസ്, നമ്മുടെ ഇമെയിൽ അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഇവയെല്ലാം തന്നെ ഒരാൾ നമ്മുടെ അനുവാദം ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന്, ത്രൂ ബ്ലൂടൂത്ത് കണക്ഷൻ ആക്സസ് ചെയ്യുന്നതിനാണ് ബ്ലൂ സ്നഫിംഗ് എന്ന് പറയുക. ഇനി മറ്റൊരു വേർഡാണ് ബ്ലൂ ജാക്കിംഗ്. ഇപ്പം ബ്ലൂ ജാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാംലെസ് ആണ്. അതായത് ഇവിടെ നടക്കുക, നമ്മുടെ ഈ ബ്ലൂടൂത്ത് കണക്ഷൻ വഴിയായിട്ട് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യുന്നു. നമ്മുടെ ഫോണിൽ മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു ത്രൂ ദിസ് ബ്ലൂടൂത്ത് കണക്ഷൻ. അതിനെയാണ് നമ്മൾ ബ്ലൂടൂത്ത് ജാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഹാംലെസ് ആണ്. പക്ഷേ മറ്റൊരു വേർഡുണ്ട് ബ്ലൂ ബഗ്ഗിങ്. ബ്ലൂ ബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ ബ്ലൂ സ്നഫിങ്ങിനേക്കാളും കുറച്ചുകൂടി അതിൻ്റെ ഒരു ഡാമേജ് കൂടുതലാണ്. കാരണം ബ്ലൂ ബഗ്ഗിങ് നടക്കുക നമ്മുടെ ഡിവൈസിൻ്റെ കൺട്രോൾ തന്നെ തീഫ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഫോൺ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഫോൺ കോൾ ഫോർവേഡിങ് ഇതെല്ലാം തന്നെ ഈ ഒരു തീഫ് ബ്ലൂടൂത്ത് കണക്ഷൻ വഴിയായിട്ട് കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ പറയുന്ന പേരാണ് ബ്ലൂ ബഗ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം എ വയർലെസ് ഡിവൈസ് ത്രൂ എ ബ്ലൂടൂത്ത് കണക്ഷൻ ഈസ് കോൾഡ് ബ്ലൂ സ്നഫിംഗ്. Fifth question, the register that provides control and status information about serial port is. Option A IP, Option B IE, Option C PCON and SCON, Option D TSCON. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സീരിയൽ പോർട്ട് കൺട്രോൾ ചെയ്യുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, PCON ആൻഡ് SCON. അത് നമ്മൾ ഓൾറെഡി തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് അതായത് ഹാർഡ്വെയർ പെരിഫറൽസിനെ കൺട്രോൾ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. 8051 കേസിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ പെടുന്നതാണ് SCON, PCON ഇവ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച സീരിയൽ പോർട്ട് കൺട്രോൾ ചെയ്യുന്ന രജിസ്റ്റർ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൻ്റെ കേസാണ്. അപ്പോൾ SCON എന്ന് പറഞ്ഞാൽ സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ അതിൻ്റെ നെയിമിൽ നിന്ന് തന്നെ നമുക്കറിയാം സീരിയൽ പോർട്ട് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ 8 ബിറ്റ് രജിസ്റ്റർ ആണ്. ഈ SM എന്ന് പറഞ്ഞാൽ സീരിയൽ മോഡ് ബിറ്റ്സ്, അതായത് സീരിയൽ പോർട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡ് 0, 1, 2, 3, മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. സീരിയൽ പോർട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വാല്യൂസ് സെറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ 0, 1 എന്ന് പറയുന്നത് യൂണി പ്രൊസസ്സർ മോഡാണ്. 2, 3 എന്ന് പറയുന്നത് മൾട്ടി പ്രൊസസ്സർ മോഡാണ്. മൾട്ടി പ്രൊസസ്സർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ പ്രൊസസ്സറിന് ഒന്നിലധികം സ്ലേവ് പ്രൊസസ്സേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി REN എന്ന് പറയുന്നത് എന്താണ്, റിസീവർ ഇനേബിൾ. അതായത് ഒരു 8051 പുറത്തു നിന്ന് ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡേറ്റ റിസീവ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നതാണെന്ന് പറയാം. അതായത് REN 1 ആണെങ്കിൽ 8051 പുറത്ത് പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡേറ്റ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. TB8 RB8 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടി പ്രൊസസ്സർ മോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ യൂണി പ്രൊസസ്സർ മോഡിൽ വാല്യൂ 0 ആയിരിക്കും. TIRI ഇത് ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് ആണ്, ഇത് റിസീവ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം 8051 കേസിൽ TXT പിന്നിലൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ TIയുടെ വാല്യൂ 1 ആയിരിക്കും, അതർവൈസ് ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ 8051 RXD പിന്നിലൂടെ നമുക്ക് ഡേറ്റ റിസീവ് ചെയ്തതിന് ശേഷം RIയുടെ വാല്യൂ 1 ആയിരിക്കും, അതർവൈസ് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ SCON സീരിയൽ കൺട്രോൾ രജിസ്റ്റർ ആണ്. അപ്പോൾ നമുക്കിത് സീരിയൽ പോർട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, PCON. അപ്പോൾ PCON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, പവർ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ പവർ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പവർ സേവിങ് മോഡ്സ് ആയിട്ടുള്ള പവർ ഡൗൺ മോഡും ഐഡിൽ മോഡും. അത് 8 ബിറ്റ് രജിസ്റ്റർ ആണ്.
അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പവർ സേവിങ് മോഡ്സ്. അപ്പം ഈ ബിറ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഐഡിയൽ ബിറ്റാണ്. ഇത് 1 ആണെങ്കിൽ ഇത് ഐഡിയൽ മോഡിലേക്ക് പോകും. PD ബിറ്റ് 1 ആണെങ്കിൽ അത് പവർ ഡൗൺ മോഡിലേക്ക് പോകും. ഇനി ഐഡിയൽ മോഡിൻ്റെ കേസിൽ ഇവിടെ സംഭവിക്കുന്നത് ഐഡിയൽ മോഡ്, അതായത് ഐഡിയൽ ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ അതിൻ്റെ ക്ലോക്ക് സിഗ്നലിനെ ALU CPU നൽകുന്നത് സ്റ്റോപ്പ് ചെയ്യും. മൈക്രോ കൺട്രോളർ ക്ലോക്ക് സിഗ്നൽ ALU CPU നൽകുന്നത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ പെരിഫറൽസുടെ ക്ലോക്ക് ടൈമർ സീരിയൽ പോർട്ടേഴ്സ് ഇൻട്രപ്റ്റ്സ് ഇവയിലേക്കെല്ലാം സിഗ്നൽസ് പാസ് ചെയ്യും. അപ്പോൾ ALU നൽകുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു ഐഡിൽ മോഡിൽ. ഇനി ഈ ഐഡിൽ മോഡിൽ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഈ മൈക്രോ കൺട്രോളറിലെ ഇൻട്രപ്റ്റ് പിന്നെ ട്രിഗർ ചെയ്യുക. ഇതാണ് ഐഡിൽ മോഡ്. അപ്പം നെക്സ്റ്റ് പവർ ഡൗൺ മോഡാണ്. അപ്പം PD വാല്യൂ 1 ആണെങ്കിൽ നമുക്കറിയാം പവർ ഡൗൺ മോഡ്, പവർ സേവിങ് മോഡാണ് പവർ ഡൗൺ മോഡ്. അപ്പോൾ പവർ ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ 8051 കേസിൽ +5 വോൾട്ട് ആവശ്യമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഓസിലേറ്റർ സ്റ്റോപ്പ് ചെയ്യുന്നു, +5 വോൾട്ട് +2 ആയിട്ട് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പവർ ഡൗൺ മോഡ്. പവർ ഡൗൺ മോഡിൽ ഇതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, റീസെറ്റ് ചെയ്യുക. ഇവിടെ ഈ പവർ കൺട്രോൾ രജിസ്റ്റർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സീരിയൽ പോർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു 8-ബിറ്റ് രജിസ്റ്റർ പവർ കൺട്രോൾ രജിസ്റ്ററിൻ്റെ MSB ബിറ്റ് എന്ന് പറയുന്നത് S മോഡാണ്. S മോഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പവർ കൺട്രോൾ രജിസ്റ്റർ സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ S മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സീരിയൽ മോഡ് അല്ലെങ്കിൽ സീരിയൽ മോഡിഫൈഡ് സെലക്ഷൻ ബിറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബോഡ് റേറ്റ്. അതായത് ബോഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സ്പീഡ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹൗ മച്ച് ബിറ്റ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് ബോഡ് റേറ്റ്. അപ്പം ഈ S മോഡ് വാല്യൂ 0 ആണെങ്കിൽ ഡിഫൈൻഡ് ബോഡ് റേറ്റിലായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ഡിഫൈൻഡ് ബോഡ് റേറ്റിലായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി എപ്പോഴാണ് S മോഡ് ബിറ്റ് 1 ആവുക, ഈ ഡിഫൈൻഡ് ബോഡ് റേറ്റിൻ്റെ ഡബിൾ ദ റേറ്റിലായിരിക്കും ഡേറ്റ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, രജിസ്റ്റർ ദറ്റ് പ്രൊവൈഡ്സ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഓൺ സീരിയൽ പോർട്ട്. അപ്പോൾ അതിനകത്ത് SCON ഉണ്ട്, അതോടൊപ്പം തന്നെ പവർ കോൺ ഉണ്ട്. പവർ കോൺ വരാൻ കാരണം എന്താണ്, അതായത് PCON, അതായത് പവർ കൺട്രോൾ രജിസ്റ്റർ വരാൻ കാരണം S മോഡാണ് ഈ ബോഡ് റേറ്റ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.